യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ മറ്റൊരു പെസഹ ആചരിക്കുകയാണ്. കുരിശുമരണത്തിന് മുൻപ് യേശുക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ. പുലർച്ചെ മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. പെസഹ ആചരണത്തിന് വിപുലമായ ക്രമീകരണങ്ങളായിരുന്നു ദേവാലയങ്ങളിൽ ഒരുക്കിയത്. ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷയും വചന സന്ദേശവും ദിവ്യകാരുണ്യ ആരാധനയും നടന്നു. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ വെച്ച് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ, കുടുംബജീവിതത്തിന്റെ ദൗത്യങ്ങള്, നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ദൗത്യങ്ങള്, ഇവിടെയൊക്കെ നമ്മുടെ ക്രൈസ്തവമായിട്ടുള്ള നിലപാടുകളും മൂല്യങ്ങളും സൂക്ഷിക്കാനായിട്ട് രക്തം ചേർക്കുന്നവരാണ്. പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയൂസ് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാബ നേതൃത്വം നൽകി. യാക്കോബായ ദേവാലയങ്ങളിൽ വൈകുന്നേരത്തോടുകൂടിയാണ് പെസഹ തിരുക്കർമ്മങ്ങൾ നടക്കുക. വൈകുന്നേരത്തോടുകൂടി ഭവനങ്ങളിൽ പെസഹ അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടക്കും. ശേഷം ദുഃഖവെള്ളി ആചരിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. ഇന്നു മുതൽ തീവ്ര പ്രാർത്ഥനകളിലൂടെയാണ് ക്രൈസ്തവ വിശ്വാസികൾ കടന്നു പോവുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.